എല്ലാവർക്കും നമസ്കാരം മക്കളെ. നമ്മളെ എടുക്കാൻ പോണത് ഒരു പുതിയ പാഠാണ്. കണ്ടിന്യൂറ്റി എന്നാണ് ആ പാഠത്തിന്റെ പേര്. കണ്ടിന്യൂറ്റി ശരിക്കും ഇതൊരു പാഠല്ല, നമ്മുടെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ആ പാഠത്തിന്റെ മുമ്പിൽ വരുന്ന ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കണ്ടിന്യൂറ്റി എന്നുള്ള ഒരു ഭാഗം. പക്ഷെ നമ്മളതൊരു പുതിയ പാഠമായിട്ടാണ് പറയാ. ഒരു 10-35 പ്രോബ്ലം അടങ്ങുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ ഈ കണ്ടിന്യൂറ്റിനെ പറയാ. അപ്പൊ മക്കളെ നമുക്ക് തുടങ്ങാം. ആ പാഠത്തിന്റെ പേര് കണ്ടിന്യൂറ്റി. ഓക്കെ, കണ്ടിന്യൂറ്റി കേട്ടാ. അപ്പൊ തുടങ്ങാട്ടെ മക്കളെ. എപ്പോഴാണ് ഇത് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ പാഠം ശരിക്കും നമുക്ക് ബന്ധം വരുന്നത്? നമ്മുടെ +1 ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടല്ലോ, ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിലെ ലിമിറ്റ്. ആ ലിമിറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് ഇത് പഴം പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പാഠമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടാ. അപ്പൊ തുടങ്ങട്ടെ മക്കളെ, എന്താണ് സംഭവം എന്ന് വെച്ചാൽ കേട്ടാ. അപ്പൊ ആദ്യം ഇതിന്റെ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് പറയണ്ടേ. ഞാൻ നമ്മുടെ കണ്ടിന്യൂറ്റിന്റെ പാഠത്തിന്റെ പേര് എഴുതിയിരിക്കുന്നതാണ്. നമുക്ക് ഈ പാഠത്തിന് നമുക്ക് അറിയേണ്ടത് ചെറിയൊരു എന്താ പറയാ, ഇതിനൊരു കൺസെപ്റ്റ് നമുക്ക് അറിയണം. പക്ഷെ ഈ കൺസെപ്റ്റ് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. വളരെ നിസ്സാരമായിട്ട് ചോദ്യങ്ങൾ മാത്രം ആവശ്യം വരാറുള്ളൂ. അപ്പൊ എന്താണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് അറിയേണ്ടത് ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവാം. ഓക്കെ അല്ലെ, എ ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവാന്നാണ് അറിയേണ്ടത്. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആവാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയാണ് പറയാൻ നമ്മളെ. ആ ഫംഗ്ഷന്റെ ഡൊമൈൻ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ഡൊമൈൻ എന്താണ്, റേഞ്ച് എന്താണൊക്കെ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് ഇട്ട് കൊടുക്കാവുന്ന സ്ഥലത്തിന് പറഞ്ഞ പേരാണ് ഡൊമൈൻ. ഒരു ഫംഗ്ഷനിൽ എക്സിന് ഇട്ട് കൊടുക്കാവുന്ന വാല്യൂസിന് പറഞ്ഞ പേരാണ് അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ഡൊമൈനിൽ മൊത്തം അതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോ, ആ ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോ പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് കൈയെടുക്കാതെ വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന്. എപ്പോഴും നമുക്ക് പറയാം ഒരു ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആവാന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഫംഗ്ഷന്റെ ഡൊമൈനിൽ നമുക്ക് അതിന്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത്, ഓക്കെ അല്ലെ, ഡൊമൈനിൽ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് കൈയെടുക്കാതെ വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന്. എക്സാമ്പിൾ പറയാന്ന് വിചാരിക്കാട്ടാ. എക്സാമ്പിൾ ഇവിടെ എഴുതാൻ പോണ ഒരു എക്സാമ്പിൾ. ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ട് വിചാരിക്കുന്നത്, എന്ത് ഗ്രാഫിനായിക്കോട്ടെ. ഇതിന്റെ ഡൊമൈൻ നമുക്ക് വിചാരിക്കുകയാണ് ഒരു -10 തൊട്ട് നെഗറ്റീവ്, ഇതാണ് എക്സിൽ ഇട്ട് കൊടുക്കാവുന്ന വാല്യൂസിന്റെ പറഞ്ഞ പേരാണല്ലോ ഡൊമൈൻ. 10 തൊട്ട് ഒരു 5 20 വരെയാണ് എന്നാണ് വിചാരിക്കാം. ഓക്കെ അല്ലെ, -10 തൊട്ട് -20 വരെയാണ്. -10 തൊട്ട് +20 വരെയാണ് എന്റെ നമുക്ക് എക്സിൽ ഇട്ട് കൊടുക്കാതെ വാല്യൂ എന്ന് വിചാരിക്കട്ടാ. നമുക്ക് അതിന്റെ ഗ്രാഫ് നമുക്ക് നോക്കിക്കോട്ടെ. അത് ഇവിടെ തൊട്ട് ഇങ്ങനെ വേണേലും പോകട്ടാ കേട്ടാ. ഗ്രാഫ് ഞാൻ വരയ്ക്കാണ്, അതായത് ഗ്രാഫ് എന്ന് വിചാരിക്കുകയാണ്. ഈ ഗ്രാഫ് പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് കൈ എടുക്കാണ്ട് ഒറ്റയടിക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റി. അപ്പൊ നമ്മൾ പറയും ഈ ഫംഗ്ഷൻ എന്താണെന്ന്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയും. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയും. ഓക്കെ അല്ലെ. അതുപോലെ ഇത് വേറെ ഗ്രാഫ് നമ്മൾ സൈൻ വേവ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇത് സൈൻ വേവ്, ഇതൊക്കെ എന്താണ് മക്കളെ, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ അല്ലെ. അതുപോലെ നമുക്ക് എന്ത് പറയാം, നമുക്ക് വേറെ മോഡുലസ് ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട് കാരണം. ഇതൊക്കെ നമുക്ക് എന്ത് പറയാം, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ അല്ലെ. ഇതേപോലെ നമ്മൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇത് XY വിചാരിക്കാടാ, ഇത് XY. ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. f(x) = 5 എന്ന് പറയുന്ന സാധനം. f(x) = മോഡുലസ് x. ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. f(x) = sin x ഒക്കെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ കണ്ടിന്യൂസ് ഫംഗ്ഷൻ പറഞ്ഞിട്ടുള്ള മക്കളെ, ആ ഫംഗ്ഷന്റെ ഡൊമൈനിൽ നമുക്ക് അതിന്റെ ഗ്രാഫ് പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് കൈയെടുക്കാതെ വരയ്ക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ നമ്മുടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഡെഫിനേഷൻ. ഓക്കെ അല്ലെ. ഇനി എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ, ഇതാണ് ഇപ്പൊ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എപ്പോഴാവാം. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എപ്പോൾ ആകും എന്നുള്ളതിന്റെ ഉത്തരമാണ് നമ്മൾ പറഞ്ഞത്. മക്കൾ എന്താണ് പറഞ്ഞത്, പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് അതിന്റെ ഡൊമൈനിൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും മക്കളെ, ഗ്രാഫ് കൈയെടുക്കാതെ വരയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന്. ഓക്കെ അല്ലെ. അപ്പൊ ഇനി എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുക? അപ്പൊ ഫംഗ്ഷൻ എപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആകും? ഫംഗ്ഷൻ എപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആകും? ഫംഗ്ഷൻ എപ്പോൾ ഡിസ്കണ്ടിന്യൂസ് ആകും എന്നുള്ള കഥയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നേരെ കഥ സിമ്പിൾ പരിപാടി തന്നെ. നമ്മൾ അതിന്റെ ഡൊമൈനില് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഗ്രാഫ് വരയ്ക്കുമ്പോ കൈയെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് കൈയെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഇനി എവിടെ വെച്ചിട്ടാണോ കൈയെടുക്കേണ്ടി വന്നത് ആ പോയിന്റിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് കൈയെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും
ആ ഫംഗ്ഷൻ ആ പോയിന്റ് പറഞ്ഞ പേരാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഇനി ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് കൈ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ആ ഫംഗ്ഷൻ അപ്പാണ് നമ്മൾ എന്താന്ന് പറയും ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഓക്കെ അല്ലെ? അപ്പൊ ഒരു സ്ഥലത്ത് വെച്ച് കൈ എടുക്കേണ്ടി വന്നാൽ പോലും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഇനി ഇവ രണ്ട് സ്ഥലത്ത് വന്നു കഴിഞ്ഞാലും എന്തായാലും ഡിസ്കണ്ടിന്യൂസ് ആവും. അപ്പൊ ഒന്നിലധികം സ്ഥലത്ത് നമ്മൾ കൈ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും അത് ഡിസ്കണ്ടിന്യൂസ് ആവും. ഓക്കെ അല്ലെ? ഇതാണ് എന്റെ കഥ. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ കൈ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന്. അതിനൊരു എക്സാമ്പിൾ പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലൊക്കെ പഠിച്ചിട്ടുള്ള സൈനം ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനം പഠിച്ചിട്ടുണ്ട്. സൈനം ഫംഗ്ഷൻ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇങ്ങനെയാണ് ആ ഫംഗ്ഷൻ. 1 ആണ് എക്സ് ഗ്രേറ്റർ ദാൻ 0, 0 ആണ് എപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 0, -1 ആണ് when x ലെസ് ദാൻ 0. അപ്പൊ നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവും ഇങ്ങനെയായിരിക്കും വരും മക്കളെ. 0 0. അപ്പൊ നമ്മൾ ഡാർക്കൻ ചെയ്ത് വരച്ചിട്ടുണ്ടാവും. ഇനി 0ന്റെ അപ്പുറത്തേക്ക് പോസിറ്റീവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1. അപ്പൊ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു വട്ടം വരയ്ക്കും, എന്നിട്ട് ഇത് ഇങ്ങനെ വരയ്ക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ പ്ലെയിൻ ഓഫ് പേപ്പറിന് കൈ എടുക്കാണ്ട് വരയ്ക്കാം. പക്ഷേ ഈ 0 വരുന്ന സമയത്ത് ഇവിടെ ഒരു വട്ടത്തെ ഇവിടെ വരച്ചു, പിന്നെ ഇവിടെ 0 0. ഇനി 0ന്റെ താഴെ നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവിന്റെ അവിടെ വട്ടത്തിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കും. അപ്പോ ഈ ഗ്രാഫിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും മക്കളെ. എന്താണ് നമുക്ക് മനസ്സിലാവുന്ന അറിയോ? നമുക്ക് പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് ഒരു സ്ഥലത്ത് മാത്രമേ കൈ എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അതെവിടെയാ? ഈ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ? പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് കൈ എടുക്കേണ്ടി വന്നിട്ടുള്ളൂ അല്ലെ. അപ്പൊ നോക്കിക്കോണ്ട, എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം നമുക്ക് ഇവിടെ 0 മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ നോക്കുമ്പോ ഇപ്പുറത്ത് 1 ഇങ്ങനെ എടുത്തു, ഇപ്പുറത്ത് എടുത്തു, ഇങ്ങനെ വരച്ചു. കാരണം ഇവിടെ ഒന്ന് വരയ്ക്കുമ്പോൾ നമുക്ക് പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് കൈ എടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പൊ ഇവിടെയൊക്കെ കണ്ടിന്യൂസ് ആണ്. പക്ഷെ ഈ 0 മാത്രമാണ് ഫംഗ്ഷൻ നമുക്ക് പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് കൈ എടുക്കേണ്ടി വന്നത്. അപ്പൊ ഒരു സ്ഥലത്ത് മാത്രമാണ് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളൂ. പക്ഷെ എന്നാ പോലും നമ്മൾ പറയാ ആ ഫംഗ്ഷൻ അപ്പാണ് ഡിസ്കണ്ടിന്യൂസ് എന്നാണ് പറയാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് കൈ എടുക്കേണ്ടി വന്നാൽ പോലും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയും. ഓക്കെ അല്ലെ? അപ്പൊ ഈ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പേരാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് പറയാം. അതുപോലെ നിങ്ങൾ വേറെ കുറെ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഏതാണ് മക്കളെ? നമ്മുടെ ഒരു ഫംഗ്ഷൻ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. ഒരു കോണിപ്പടി ഗ്രാഫ് പോലത്തെ ഒരു ഗ്രാഫ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. കോണിപ്പടി ഗ്രാഫ് ഓർമ്മ വിചാരിക്കുകയാണ് മക്കളെ. ഏതാണെന്നറിയോ? നമ്മുടെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഓഫ് എക്സ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ ഗ്രാഫ് വരിക. ഇപ്പൊ 0 1 2 3 എന്നൊക്കെ മാർക്ക് ചെയ്തു. -1 -2 -3 എന്നൊക്കെ മാർക്ക് ചെയ്തു. 1 2 എന്നൊക്കെ മാർക്ക് ചെയ്തു. 1ല് 1 ആണ്. ഓക്കെ അല്ലെ? 1ല് 1 ആണ്. ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇനി 1ല് ആരാണ് മക്കളെ? 0 അല്ലെ? 1ല് 1 ആണ് ഗ്രാഫ് വരിക. പിന്നെ 1.1ലും 1 1.2ലും 3ലും 4ലൊക്കെ 1 ആണ്. 1.1 വന്നാലും 1 ആണ്. ഇനി 2ല് 2 ആണ്. അപ്പൊ പെട്ടെന്നോട് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ചാൻസ് വേണ്ടി നമ്മളൊരു വട്ടം വരയ്ക്കും. പിന്നെ ഇങ്ങനെ പോവും, പിന്നെ ഇങ്ങനെ പോവും. ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. ഈ ഗ്രാഫിനെ പ്രത്യേകിച്ച് കഴിഞ്ഞാല് നമ്മൾ കണ്ട ഇവിടെ നോക്കിയാൽ ഈ ഗ്രാഫ് വരയ്ക്കുമ്പോ നമുക്ക് ഇവിടെ കിട്ടും എന്താണ് മക്കളെ വരിക? കണ്ട 1ല് 1 ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഓരോ പോയിന്റിൽ വെച്ചിട്ട് കണ്ട ഓരോ ഇന്റീജർ വാല്യൂവിന്റെ അവിടെ വെച്ചിട്ട് ഗ്രാഫ് നമുക്ക് ഇവിടെ വെച്ചിട്ട് പിന്നെ കൈ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരയ്ക്കാൻ. ഇവിടെ നിന്ന് വരച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരയ്ക്കാൻ. ഇവിടെ നിന്ന് വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് വരച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ എടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരയ്ക്കാൻ. അപ്പൊ ഓരോ ഇന്റീജർ വാല്യൂസിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും മക്കളെ? കൈ എടുക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ ആ കുട്ടി ഒറ്റ സ്ഥലത്തെ കൈ എടുക്കേണ്ടി വന്നുള്ളൂ. പക്ഷെ ഇവിടെ കണ്ടാ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചുള്ള ഒരു ഗ്രാഫാണ് കേട്ടോ. നമുക്ക് ഓരോ ഇന്റീജറിന്റെ അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നത് മക്കളെ? നമുക്ക് പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് കൈ എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഈ ഓരോ ഇന്റീജർ എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ ഈ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂ. എന്താ പറയാ? ഇന്റീജർ എന്ന് പറഞ്ഞാലും പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഈ എക്സ് ഇസ് ഈക്വൽ ടു 1 ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 2 ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 3 ഒരു പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അപ്പൊ കുറെ ഡിസ്കണ്ടിന്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് കൈ എടുക്കേണ്ടി വന്നാൽ തന്നെ നമ്മൾ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇതിപ്പോ എല്ലാ ഇന്റീജർ വാല്യൂസിലും ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യുന്നു മക്കളെ? കൈ എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതും ഒരു എന്ത് തന്നെയാണ് മക്കളെ? ഒരു ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നെയായിട്ടാണ് പറയാം. അപ്പോ കണ്ട ഇവിടെ ഗ്രാഫ് വരയ്ക്കുമ്പോ ഇവിടെ നിന്ന് നമുക്ക് കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുമ്പോ കൈ എടുക്കേണ്ടി വരും. പ്ലെയിൻ ഓഫ് ദ പേപ്പർ നിന്ന് കൈ എടുത്തിട്ട് വേണം നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ. ഓക്കെ അല്ലെ? അല്ലെങ്കിൽ പെൻ എടുത്തിട്ട് വേണം നമുക്ക് കൈ എടുക്കുന്ന പറയണ്ട, പെൻ എടുത്തിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാൻ. അപ്പോഴാണ് നമ്മൾ എന്താ പറയാ? ഈ ഫംഗ്ഷൻ നമ്മൾ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ അല്ലെ? അപ്പൊ എന്താണ് ഇപ്പൊ ഇത് മൊത്തം നമ്മൾ എഴുതുമ്പോ ശരിക്കും എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്.
നമുക്കത് എഴുതുമ്പോൾ നമ്മളൊരു കണ്ടിന്യൂസ്റ്റി എന്ന് പറഞ്ഞതിന് എഴുതിയ ശേഷം നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒരു ഡയലോഗ് ആണ് എഴുതുക. ഓക്കെ അല്ലെ? ഡയലോഗ് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്താ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ ഡയലോഗ് എഴുതുക. നമ്മളിത് മൊത്തം നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഇങ്ങനെ ഒരു കൊത എഴുതിയാൽ മതി. നോക്കിക്കൂടാ. അപ്പൊ പാർട്ടിന്റെ പേര് കൂടുതലുണ്ടാവും, കണ്ടിന്യൂറ്റി കൂടുതലുണ്ടാവും. എന്നിട്ട് നമ്മൾ എഴുതാൻ പോവാണ്. ഇങ്ങനെ ഒരു ഡയലോഗ് എഴുതിയാൽ മതി. എപ്പോൾ ഫങ്ഷൻ കണ്ടിന്യൂസ് ആകും, കണ്ടിന്യൂസ് ആകും എന്നുള്ള എന്തൊരു ഉത്തരം പോലെ പഠിച്ചാൽ മതി മക്കളെ. എന്നിട്ട് ഇതറിയോ, ഫങ്ഷന്റെ ഡൊമൈനിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് പെൻ എടുക്കാതെ വരയ്ക്കാൻ പറ്റുമ്പോൾ, ഫങ്ഷന്റെ ഡൊമൈനിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് പെൻ എടുക്കാതെ വരയ്ക്കാൻ പറ്റുമ്പോൾ നമ്മൾ എന്താന്ന് പറയും മക്കളെ? ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയും. എന്നിട്ട് നമ്മളൊരു എക്സാമ്പിൾ എഴുതാം. നമ്മുടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇങ്ങനെ എഴുതിച്ചാൽ മതി. ഇത് നമ്മുടെ എക്സ്, ഇത് നമ്മുടെ വൈ നമ്മുടെ സൈൻ ഫങ്ഷൻ പോലത്തെ പേര് എഴുതേണ്ട സൈൻ ഫങ്ഷൻ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു എക്സാമ്പിൾ ഇത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ മോഡുലസ് ഫങ്ഷൻ ആണ് എഴുതി വെക്കുക. ഇത് മോഡുലസ് ഫങ്ഷൻ. ഇത് നമുക്ക് മൂന്നാമത്തെ എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം. നമ്മുടെ ഒരു ഇങ്ങനെ ഒരു ഫങ്ഷൻ പഠിച്ചിട്ടുണ്ട്. ഇതൊരു പോളിനോമിയൽ ഫങ്ഷൻ ആണ്. f of x = x². അതൊന്ന് എഴുതി വെക്കാം. ഇനി അതുപോലെ വേറൊരു നാലാമത്തെ ഒരു ഫങ്ഷൻ എഴുതി വെക്കുക. നമ്മുടെ ഐഡന്റിറ്റി ഫങ്ഷൻ എന്ന സാധനം ഉണ്ട്. ഓക്കെ അല്ലെ? f of x = x എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതൊക്കെ എന്താണ് മക്കളെ? ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ്. ഇനി അടുത്തൊരു പോയിന്റ് ആക്കിയിട്ട് എഴുതാം. ഇനി എപ്പോൾ ഫങ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകും, എപ്പോൾ ഫങ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകും. വളരെ എളുപ്പമാണ്. നമ്മുടെ ഉത്തരം പോലെ തന്നെ എഴുതി വെച്ചാൽ മതി. എന്താണ് മക്കളെ? ഡൊമൈനിൽ, ഫങ്ഷന്റെ ഡൊമൈനിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് പെൻ എടുക്കേണ്ടി വരുമ്പോൾ, പെൻ വരുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല, മനസ്സിലാക്കിയാൽ മാത്രം മതി. നമ്മളൊരു എക്സാമ്പിൾ എഴുതിയിട്ട് നമ്മൾ എഴുതേണ്ടത് നമ്മുടെ എന്താണ് മക്കളെ? ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ സിഗ്നം ഫംഗ്ഷൻ ആണ്. സിഗ്നം ഫംഗ്ഷൻ അല്ല, സൈനം ഫംഗ്ഷൻ. ഇങ്ങനെ ഇതിപ്പോ നമ്മൾ +1 -1 ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ. ഇനി വേറൊരു എക്സാമ്പിൾ കൂടി ഉണ്ട്. നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷന്റെ എക്സാമ്പിൾ കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് വരച്ചേക്കാൻ നല്ലതാണ്. xy 0 1 2 1 2 -1 -1 1 1 തന്നെയാണ്. 1 1 അത് ഇങ്ങനെ വരും ഒരു ഗ്രാഫ്. ഇത് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട്. ഒരു കോണിപ്പടി ഗ്രാഫ്. ഇത് XY. ഓക്കെ അല്ലെ? ഇതിന്റെ പേര് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിക്കാൻ നല്ലതാണ്. ഇതിന്റെ പറഞ്ഞ പേരാണ് സൈനം ഫംഗ്ഷൻ. സൈനം ഫംഗ്ഷൻ ആണ്. ഇതിനെ പറഞ്ഞ പേരാണ് ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ. നമുക്ക് ഇത് ആവശ്യമുണ്ട് കേട്ടോ. ഈ സാധനം നമുക്ക് ആവശ്യമുണ്ട്. ഇതിന്റെ പ്രോബ്ലം നമുക്ക് ചോദിക്കാറുണ്ട്, ചോദിക്കുകയും ചെയ്യും. നമ്മൾ ലാസ്റ്റ് ചെയ്യട്ടത്. ഇതാണ് എന്റെ കഥ. അവർക്കല്ല. അപ്പൊ നോട്ടിൽ എഴുതുമ്പോൾ നമുക്ക് ഇത്ര കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. എപ്പോൾ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകും, ഫംഗ്ഷന്റെ ഡൊമൈനിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പ്ലെയിൻ ഓഫ് ദ പേപ്പറിൽ നിന്ന് പെൻ എടുക്കാതെ വരയ്ക്കാൻ പറ്റുമ്പോൾ. ഇനി അടുത്ത എപ്പോൾ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആകും,
എപ്പോഴാണ് നമ്മൾ ഫംഗ്ഷന്റെ ഡൊമൈനിൽ ഗ്രാഫ് വരയ്ക്കുമ്പോൾ പ്ലെയിൻ ഓഫ് ദ വേപ്പർ എന്നത് പെൻ എടുക്കേണ്ടി വരുമ്പോൾ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിവിടെ ജസ്റ്റ് ഒരു പോയിന്റ് എഴുതിക്കുക. ഇതാണ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ പോയിന്റിനെ പറഞ്ഞ പേരാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. അതുകൊണ്ട് എഴുതിച്ചോളൂ മക്കളെ, പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഇത് വേറെ കളർ പാനോടാണ് പഠിച്ച പഞ്ചവും ഓക്കെ അല്ലെ. എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ പേരാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഇവിടെ ഇന്റീജർ വാല്യൂസ് മൊത്തം അവിടെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആണ്. അത് നമുക്ക് എഴുതണ്ട, ഇത് മാത്രം നമുക്ക് എഴുതിച്ചാൽ മതി. ഓക്കെ അല്ലെ മക്കളെ, അപ്പൊ മനസ്സിലായി വിചാരിക്കാൻ കേട്ടോ. അപ്പൊ ഓക്കെ ബൈ.